ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുവാൻ സന്നദ്ധരായ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിൻ്റെ 2-3 ആയത്തുകളിൽ നിന്ന് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യന്മാർ കണക്കാക്കുന്നുണ്ടോ, അൻ യുത്രഖു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, അവർ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചത് മൂലം, ഈമാൻ സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചത് മൂലം അവർ യാതൊരു പരീക്ഷണത്തിനും വിധേയമാകാതെ അങ്ങ് വെറുതെ വിട്ടേക്കപ്പെടും എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാം. മുഅ്മിനായതിൻ്റെ പേരിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണമോ പ്രയാസമോ പീഡനമോ മർദ്ദനമോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ടിരിക്കാനാണോ മനുഷ്യൻ്റെ പുറപ്പാട്? അല്ലാഹു ചോദിക്കാം. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിശ്ചയമായിട്ടും അവർക്ക് മുൻപുള്ള മുൻഗാമികളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ, എന്നിട്ട് അവരിൽ നിന്ന് തങ്ങളുടെ ഈമാനിൻ്റെ പ്രഖ്യാപനത്തിൽ സത്യസന്ധമായി നിലകൊണ്ടവരും
അതിൽ നിന്ന് കള്ളം പറഞ്ഞ് മാറി നിന്നവരെയും അല്ലാഹു സുബ്ഹാനഹു തആല വേർതിരിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഈമാൻ അളക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നന്മയാണ് എന്ന് തോന്നുന്ന പരീക്ഷണം ഉണ്ടാവും, നമുക്ക് തിന്മയാണ് എന്ന് തോന്നുന്ന പരീക്ഷണം ഉണ്ടാവും. രണ്ടും നമ്മുടെ തോന്നലാണ്. ആത്യന്തികമായി അതാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷേ രണ്ടും നമ്മുടെ തോന്നലാണ്. അങ്ങനത്തെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുക. ആ പരീക്ഷണങ്ങൾ നേരിടാൻ തയ്യാറായിട്ട് വേണം ഈമാനെ പുൽകാൻ എന്നർത്ഥം. കഴിഞ്ഞ 2 ഖുത്തുബകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതാണ്. ഈമാൻ സ്വീകരിച്ചാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ മനുഷ്യൻ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന നല്ല ബോധ്യം ഓരോ മുഅ്മിനിനും ഉണ്ടായിക്കൊണ്ടിരിക്കണം, ഓരോ വിശ്വാസിക്കുണ്ടായിക്കൊണ്ടിരിക്കണം. രണ്ട് രൂപത്തിലുള്ള പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരുന്ന, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം, ഈമാൻ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അവൻ അനുഭവിക്കുന്ന 2 പ്രയാസങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന്, ലോകത്തെ മനുഷ്യന്മാർ മുഴുവൻ അവരെ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവരെപ്പറ്റി മോശം സംസാരിച്ചു കൊണ്ടിരിക്കും. രണ്ടാമത്തേത്, ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്, ഇസ്ലാമിനെ ആചരിക്കുന്നത്, ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നത് ഒരു തീവളയം കയ്യിൽ പിടിച്ചവനെ പോലെ എടങ്ങേറായിട്ട് വേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഅതി അലന്നാസി സമാനുൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബിലി അലൽ ജംരി. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് തൻ്റെ മതത്തിൽ ക്ഷമയോടുകൂടി അടിയുറച്ച് നിന്നിട്ടുള്ളവനൊക്കെ തന്നെ അവൻ്റെ അവസ്ഥ എന്താ? അവൻ തൻ്റെ കയ്യിൽ ഒരു തീവളയം പിടിച്ചവനെ പോലെ എടങ്ങേറായിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ എടങ്ങേറ് ഈ മതത്തിൻ്റെ കൂടപ്പിറപ്പാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. പരീക്ഷണങ്ങൾ ഈ മതത്തിൻ്റെ കൂടപ്പിറപ്പാണ്. ഇതിനോടൊപ്പം ഇത് സ്വീകരിച്ച ആളുകൾക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കണം. അതാണ് റബ്ബ് സുബ്ഹാനഹു തആല ചോദിച്ചത്, അഹസിബന്നാസു അൻ യുത്രഖു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ, മുസ്ലിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, മുഅ്മിനീങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അവർ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പടച്ചവനങ്ങോട്ട് വെറുതെ വിട്ടേക്കും, ഒരു പരീക്ഷണം ഉണ്ടാവൂല, ഒരു പ്രയാസം ഉണ്ടാവൂല എന്നാണോ വിചാരിക്കുന്നത്? എന്നാൽ ആ വിചാരം മാറ്റിവെച്ചേക്ക്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ച ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ ജനത ഉണ്ടായിട്ടുണ്ടോ, അവരെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല തീച്ചൂളയിൽ നിർത്തി പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഇത് നടക്കുന്നത്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. കള്ളം പറയുന്നവർ, ഈമാൻ ഉള്ളിലേക്കിറങ്ങാതെ കള്ളം പറയുന്നവരും ഈമാൻ ഉള്ളിലേക്കിറങ്ങിയ സത്യം പറയുന്നവരെയും അള്ളാഹു ഇങ്ങനെ വേർതിരിച്ച് അവൻ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ ആളുകളെ അറിയിച്ചു കൊണ്ടിരിക്കും, നമ്മളെയും അറിയിച്ചു കൊണ്ടിരിക്കും. ഇത് അള്ളാഹിൻ്റെ ഒരു നടപടിക്രമമാണ്. അപ്പം ഇത് ഉണ്ടാകും എന്ന് റബ്ബ് പഠിപ്പിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത രൂപത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അനുഭവിക്കേണ്ട പ്രയാസങ്ങളെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. കാരണം നമ്മൾ ഇസ്ലാം സ്വീകരിച്ചവരാണ്, നമ്മൾ ദീനുൽ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടവരാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ നബിയ്യൻ. ഇതാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞിട്ടുള്ള കോൺട്രാക്ട്, കരാറ്, അഹദ്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താ? റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. വബി മുഹമ്മദിൻ നബിയൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ സ്വന്തം നബിയായിട്ട് തൃപ്തിപ്പെട്ടു. അള്ളാഹിനോട് ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ദുനിയാവിൽ മാത്രം കേട്ടോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. ദുനിയാവിൽ മാത്രം. ബാക്കിയുള്ളവർ ഒരു പക്ഷെ ദുനിയാവിൽ സുഖമായി, ദുനിയാവിൽ സന്തോഷമായി
അവരുടെ ജീവിതം കടന്നുപോയേക്കും. ഒരു പരീക്ഷണവും ഇല്ലാതെ, ഒരു അലട്ടലും ആവലാതിയും വേവലാതിയും ഇല്ലാതെ, ഒരു ഇടങ്ങേറും ഇല്ലാതെ ഈമാൻ സ്വീകരിക്കാത്തവൻ്റെ ഒക്കെ ജീവിതം കഴിഞ്ഞു പോയേക്കും. പക്ഷേ മരണത്തോടെ അവന് ഒരു റെസ്റ്റുമില്ലാത്ത ഇടങ്ങേറ് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കണം. പക്ഷെ വിശ്വാസി അങ്ങനെയല്ല. ദുനിയാവിൽ അവൻ ഇടങ്ങേറുണ്ടാവും, മരണാനന്തര ജീവിതത്തിൽ അവൻ സംതൃപ്തനായിരിക്കും. അവിടാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ, ഞാനിതാ അള്ളാഹുവിനെ റബ്ബായി, ഇസ്ലാമിന് ദീനായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആനന്ദവും മാധുര്യവും മരണത്തിന് ശേഷം ആസ്വദിക്കാൻ പറ്റും. സമ്പൂർണമായിട്ട് മരണത്തിന് ശേഷം ആസ്വദിക്കാൻ പറ്റും. ആ ആസ്വാദനം ദുനിയാവിൽ ഇനി എത്ര വേണമെങ്കിലും പീഡിപ്പിച്ചോട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വിശ്വാസി ആ ആനന്ദം അതിൽ കണ്ടെത്തും, ഈ 3 കാര്യങ്ങളിലെ അവൻ്റെ തൃപ്തിയിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, ദുനിയാവ് പക്ഷേ നിങ്ങൾക്ക് പ്രയാസമുള്ളതായിരിക്കും. അവിടെയാണ് നിങ്ങൾക്ക് പരീക്ഷണത്തിൻ്റെ ലോകം വെക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ ലോകത്ത് ദീനുൽ ഇസ്ലാമിന് നിങ്ങൾ തൃപ്തിപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ തേടി ഒരുപാട് പ്രശ്നം വരും. ആ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 2 ഖുതുബയിൽ സൂചിപ്പിച്ചത്. ഈ ലോക ജനത നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും, മോശപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പതിറ്റാണ്ടുകളായി നമ്മൾ നിരന്തരം തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ചാപ്പകുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക. ഏകദേശം പറഞ്ഞാൽ 1970-കൾക്ക് ശേഷം ശീതസമരം അവസാനിച്ചതിന് ശേഷം യൂറോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നത് ഇസ്ലാമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ്. അന്ന് മുതൽ ഭീകരവാദത്തിൻ്റെ ചാപ്പകുത്ത് ഇന്നും നമ്മൾ അനുഭവിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞതാണ്. നിങ്ങൾ കേൾക്കേണ്ടി വരും, അദൻ കസീറ, ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എന്ന് അള്ളാഹ് പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെയാണ്, ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കോളൂ. അസ്വാബിറു ഫീഹിം അലാ ദീനിഹി, തൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്ക് ദീനിൽ തന്നെ നിൽക്കണം, ദീനിൻ്റെ വിശ്വാസം വേണം, ദീനിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും സംസ്കാരവും എനിക്ക് വേണം, ദീനിൻ്റെ അദബുകൾ വേണം എന്നാഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തയ്യാറായിക്കോളൂ. കൽ ഖാബിലി അലൽ ജംരി, തീ വളയം പിടിക്കാൻ തയ്യാറായിക്കോളൂ. തീ വളയം പിടിക്കാൻ, ജംർ എന്ന് പറഞ്ഞാൽ ലോഹം കൊണ്ടുണ്ടാക്കുന്ന ഒരു വളയാണ് തീ. അത് തീയിലിട്ടിട്ട് അതിങ്ങനെ ചൂടാക്കി പിന്നെ പഴുപ്പിച്ച് കയ്യിൽ പിടിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തീക്കനൽ എന്ന് പറയാം. അത് പിടിക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു. മൂന്നാമതായിട്ട് യഥാർത്ഥ വിശ്വാസി അനുഭവിക്കുന്ന പ്രശ്നം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായിട്ടായിരുന്നു. ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായിട്ടായിരുന്നു. ഇസ്ലാമായിരുന്നു അള്ളാഹു മനുഷ്യന് കൊടുത്ത മതം. ആദം നബി മുതൽ അമ്പിയാക്കന്മാർ മുഴുവൻ ഇസ്ലാമാണ് പ്രബോധനം ചെയ്തത്. പക്ഷേ മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് ഇത് എന്ത് മതം, ഇത് ആദ്യമായി കേൾക്കുന്ന മതം, ഇത് പുത്തൻവാദം ആദ്യമായി കേൾക്കുന്നത് എന്ന പ്രതീതിയായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായത്. അത് സൂചിപ്പിച്ചുകൊണ്ട് റസൂൽ പറയുന്നു, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം തുടങ്ങിയത് ഗരീബായ അവസ്ഥയിലാണ്, അപരിചിതമായ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് റസൂലുള്ള ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ മക്കയിലെ ആളുകൾക്കൊക്കെ ഇത് എന്ത് പുത്തൻവാദമായിരുന്നു, അപരിചിതമായിരുന്നു. പിന്നെ ഇസ്ലാം അതിജയിച്ചു, ഇസ്ലാം ലോകങ്ങൾ കീഴടക്കി, ഇസ്ലാം ലോകത്ത് മുഴുവൻ അറിയപ്പെട്ടു. അങ്ങനെ ഇസ്ലാം സുപരിചിതമായി. റസൂലുള്ള പറയും ഇസ്ലാം സുപരിചിതമായി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസയഊദു കമാ ബദഅ ഗരീബൻ, ഇസ്ലാം എങ്ങനെ അപരിചിതമായോ അതേപോലെ തന്നെ ഇസ്ലാം മടങ്ങി അത് ആരും അറിയാത്ത അവസ്ഥയിലേക്ക് ആകും. ഫതൂബാ ലിൽ ഗുറബാ, അന്ന് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ അവർ അപരിചിതരായിരിക്കും. അവരുടെ വാദം ആളുകൾക്ക് പുത്തൻ വാദമായിരിക്കും.
അവരുടെ സംസാരം ആളുകൾക്ക് അനാവശ്യമായിരിക്കും, പുതുതായി കേൾക്കുന്നതായിരിക്കും. അങ്ങനെ ആളുകൾ അവരെ പുത്തൻവാദികളാക്കി മാറ്റി നിർത്തും. അവർക്ക് മംഗളാശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിശ്വാസി അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രയാസമാണ്. അത് സ്വന്തം ഉമ്മത്തിൽ നിന്ന് വിശ്വാസി അനുഭവിക്കാൻ പോകുന്ന പ്രയാസമാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് മനുഷ്യ സമൂഹത്തിൽ നിന്ന് മൊത്തമായി വിശ്വാസി അനുഭവിച്ച പ്രയാസം. ഇനി സ്വന്തം ഉമ്മത്തിൽ നിന്ന് വിശ്വാസി അനുഭവിക്കുന്ന പ്രയാസം അതെന്താ? അവൻ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഖുർആനും ഹദീസിൽ നിന്നും ഇന്നതാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പുത്തൻവാദിയാക്കപ്പെടും, അവൻ അപരിചിതനാക്കപ്പെടും. അവന്റെ വാദം ആർക്കും പരിചിതമല്ലാത്ത പുതിയ ഒരു വാദമായി ആളുകൾ അതിനെ വിലയിരുത്തും. ഇസ്ലാം അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അതാ റസൂലുള്ള സൂചിപ്പിക്കുന്നത്. റസൂലുള്ള ഇത് പറയുമ്പോൾ, റസൂലുള്ള ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ മക്കയിലെ ആളുകളുടെ അവസ്ഥ എന്താ? ഇതുവരെ കേൾക്കാത്ത പുത്തൻ വാദം കേൾക്കുന്ന പ്രതീതിയിലായിരുന്നു. അവിടെ നിന്ന് ഇസ്ലാം വ്യാപിച്ച് എല്ലാ ആളുകൾക്കും സ്വീകാര്യമായി രാജ്യങ്ങളെ ഭരിച്ചു. ഇസ്ലാമിക രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളും ഉണ്ടായി. അങ്ങനെ ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇസ്ലാം ഉണ്ടല്ലോ, ഇത് തുടങ്ങിയത് ഒരു പുത്തൻവാദം പോലെ ആളുകൾക്ക് അപരിചിതമായ അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ ആളുകൾ മുഴുവൻ സ്വീകരിക്കുന്ന ലോകത്തിന്റെ മതമായി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഇതിൽ നിന്ന് ഇസ്ലാം ഒരു മടക്കം പിന്നെയും മടങ്ങും. എവിടേക്ക്? പുത്തൻവാദം ആയിട്ട്. ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ പുത്തൻവാദമായിട്ട് ആളുകൾക്ക് തോന്നുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാം മടങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫതൂബാ ലിൽ ഖുറബാ, അന്ന് അപരിചിതരായിട്ടുള്ള ആളുകൾക്ക് മംഗള ആശംസകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്നു. യഥാർത്ഥ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോൾ അവൻ പുത്തൻവാദിയാകും, അവന് മംഗളാശംസകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവർ വിശ്വാസി അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നം അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം ഇസ്ലാമിനെ സ്വീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ചെയ്യുന്ന പണി എന്താണെന്ന് പറഞ്ഞു. മജ്മൂ ഫതാവയിൽ അല്ലാമ ഇബ്നു ബാസ് രേഖപ്പെടുത്തി. ആ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താണ് ഇങ്ങനെ പുത്തൻവാദിയാകാനുള്ള പണി ഇവനെടുത്തത്? ജനങ്ങളും രാജ്യവും ലോകവും സമൂഹവും ഇവനെ പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞ് തള്ളുന്നതിന് എന്ത് പണിയാണ് ഇവൻ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീന യസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായത് പറഞ്ഞു. അല്ലദീന യസ്ലിഹൂന മാ അഫ്സദന്നാസ്, ജനങ്ങൾ ചീത്തയാക്കിയതിനെ നന്നാക്കുന്നവർ. മിൻ ബഅദി മിൻ സുന്നതി, എനിക്ക് ശേഷം എൻ്റെ സുന്നത്തിൽ ജനങ്ങൾ ചീത്തയാക്കിയ ഭാഗം, ജനങ്ങൾ ഫസാദിലാക്കിയ ഭാഗം, ജനങ്ങൾ കൈകടത്തിയ ഭാഗം അത് ശരിയാക്കി ശരിയായ സുന്നത്ത് പഠിപ്പിക്കുന്ന സ്വഭാവം അവനുണ്ട്. അതുകൊണ്ട് അവൻ പുത്തംവാദിയായി. ആ പുത്തംവാദിക്ക് തൂബ ലിൽ ഖുറബാ, അവനാണ് മംഗളാശംസകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. യഥാർത്ഥ വിശ്വാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം സ്വന്തം ഉമ്മത്തിൽ നിന്ന് അനുഭവിക്കും, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് അനുഭവിക്കും, സ്വന്തം ഭാര്യയിൽ നിന്ന് അനുഭവിക്കും, സ്വന്തം ഭർത്താവിൽ നിന്ന് അനുഭവിക്കും. ഇത് കൊണ്ടോളണം, ഇത് സ്വീകരിച്ചോളണം. ഓരോ പ്രദേശത്തിനും ഓരോ ബിദ്അത്തുകളും അനാചാരങ്ങളുമാണ്. ഓരോ ബിദ്അത്തുകളും അനാചാരങ്ങളുമാണ്. നിങ്ങൾ ഈ പ്രദേശത്തിനുണ്ടല്ലോ, ഞങ്ങളെ പ്രദേശത്ത് അറിയാത്ത അനാചാരം അല്ല. ഇവിടെ ഒരു മനുഷ്യൻ മരണാസന്നനായി കിടന്നാൽ എന്തു ചെയ്യും? അയാൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മരിക്കണില്ല ജീവിക്കണില്ല, ഇങ്ങനെ മരണാസന്നനായി കിടന്നാൽ ഏകദേശം ഈ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ കാണാം ഒരു ബിദ്അത്ത്. ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ അറുത്തിട്ട് അതെന്ത് ചെയ്യും? ഏതെങ്കിലും ഒന്ന് തീരുമാനാക്കാനുള്ള അറവാണ്. ഒന്നില്ലെങ്കിലും മരിക്കുക, അല്ലെങ്കിൽ തിരിച്ചു വരിക. എവിടെ നിന്ന് ഇത് കിട്ടി? ദീനുൽ ഇസ്ലാമിൽ എവിടെ ഇതുണ്ട്? ഞാൻ പറയുന്നത് ഈ ജില്ലന്റെ അപ്പുറത്തുള്ള ആളുകൾക്കറിയില്ല, അപ്പുറത്തുള്ള മുഅ്മിനീങ്ങൾക്കറിയില്ല, മുസ്ലിമീങ്ങൾക്കറിയില്ല ഈ ഏർപ്പാട്. നിങ്ങൾ അന്വേഷിച്ചോ? ഈ പ്രദേശത്തിന്റെ മാത്രം സ്വന്തം ബിദ്അത്താണിത്. ഈ പ്രദേശത്തിന്റെ മാത്രം സ്വന്തം അനാചാരം. മുസ്ലിങ്ങൾക്ക് ഖുർആനിലില്ല, ഹദീസിലില്ല. കാരണം ഖുർആൻ അമ്പിയാക്കന്മാരുടെ മരണസന്ദർഭത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബിന് മരണമാസന്നമായ സമയം
ഇസ്ഹാഖിന് മരണാസന്നമായ സമയം, അങ്ങനൊക്കെ ഖുർആൻ സംസാരിക്കും. അവിടെയൊക്കെ മരണാസന്നമായ സമയത്ത് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്തൊരവസ്ഥയിൽ ആളുകൾ കിടക്കുകയാണെങ്കിൽ, മൃദുപ്രായനായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന അറവ് നടത്തണം എന്നൊരു ഏർപ്പാട് അവിടെ ഇല്ല, ഖുർആനിലുള്ള ഹദീസിലില്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇനി ഈ ആചാരം ആരെങ്കിലും ചോദ്യം ചെയ്തു നോക്ക്. ഈ അനാചാരം, ഈ ദുരാചാരം, ഇസ്ലാം പഠിപ്പിക്കാത്ത ഈ ബിദ്അത്ത് ആരെങ്കിലും ചോദ്യം ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഉണ്ടോ? അവൻ പുത്തംവാദിയാകും. ഫതൂബാ ലിൽ ഉറബാ. അന്ന് പുത്തംവാദിയാകുന്ന ആളുകൾക്ക് മംഗളാശംസകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യസ്ലിഹൂന മാ അഫ്സദന്നാസ്. ജനങ്ങൾ ചീത്തയാക്കിയ, ജനങ്ങൾ കൈകടത്തി നാശമാക്കിയ എന്റെ സുന്നത്തിനെ എനിക്ക് ശേഷം, മിൻ ബഅദി, എനിക്ക് ശേഷം, മിൻ സുന്നത്തി, എന്റെ സുന്നത്തിനെ നന്നാക്കുന്നവർക്ക് മംഗളാശംസകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ ഓരോ പ്രദേശത്തിനുണ്ടാവും ഓരോ ബിദ്അത്ത്. അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് സ്വീകരിക്കുന്ന ബിദ്അത്ത് ഉണ്ടാകും, രാജ്യങ്ങളുടെ ബിദ്അത്ത് ഉണ്ടാകും, സംസ്ഥാനങ്ങളുടെ ബിദ്അത്ത് ഉണ്ടാകും, ജില്ലകളുടെ ബിദ്അത്ത് ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞ് പിന്നെ ജില്ല കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിന്റെ ബിദ്അത്ത് ഉണ്ടാകും, വാർഡിന്റെ ബിദ്അത്ത് ഉണ്ടാകും. അവിടുത്തെ ബിദ്അത്ത് ഇവിടുത്തുകാരനക്കറിയില്ല, ഇവിടുത്തെ ബിദ്അത്ത് വേറൊരുത്തനക്കറിയില്ല. എന്നിട്ട് അതൊക്കെ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞെടുക്കുക. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിൽ നേർച്ച നടത്തുന്ന ആളുകൾ, കേരളത്തിൽ ആനയും പൂരവുമായി നേർച്ച നടത്തുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ അള്ളാന്റെ റസൂല പണി ചെയ്തിട്ടുണ്ടെന്ന്? അള്ളാഹുവിന്റെ റസൂല പണി ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ അതിന്റെ പുറകെ കൂടും, ആളുകൾ അതിനോട് സപ്പോർട്ട് ചെയ്യും. ഇന്നും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും അത്തരം നേർച്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറകിലുണ്ട്. നേർച്ച പറമ്പുകളിലേക്ക് നമ്മൾ പോയാൽ ആനയും പൂരവും വെടിക്കെട്ടും ഏതുപോലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഉത്സവത്തിന് സമാനമായിട്ട് അത് കൊണ്ട് നടക്കുന്ന ആളുകൾ, അത് നടത്തുന്ന പള്ളികളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. ആ പള്ളികൾ ശിഈകളെ പള്ളിയല്ല, ഷിയാക്കളെ പള്ളിയല്ല, മറിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് എഴുതി വെച്ച ബോർഡുകളുള്ള പള്ളികൾ ഈ കേരളത്തിലുണ്ട്. ആർക്കാണ് ഇത് നബി നടത്തിയ ഒരു അനുഷ്ഠാനാണെന്ന് അവകാശമുള്ളത്? ആർക്കാണ് സ്വഹാബികൾ നടത്തിയ ഒരു ഏർപ്പാടാണ് എന്ന് ആർക്കെങ്കിലും ബുദ്ധിയുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? മതബോധമുള്ള ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ആർക്കും അഭിപ്രായമില്ല. പക്ഷേ അതിനെ തള്ളിപ്പറഞ്ഞാൽ, അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആളുകൾ പുത്തൻവാദിയാക്കും. ഫതൂബാ ലിൽ ഉറബാ. അന്ന് പുത്തൻവാദികൾക്ക് മംഗളാശംസകൾ. അല്ലദീന യസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി. എനിക്ക് ശേഷം എന്റെ സുന്നത്തിനെ ശരിയാക്കി ജനങ്ങൾ ചീത്തയാക്കിയപ്പോ ഇത് ശരിയല്ലടോ, ഇത് ദീനല്ലടോ, ഇത് ഖുർആനിലും ഹദീസിലും ഇല്ലടോ എന്ന് പറഞ്ഞ് ശരിയാക്കിയവന് മംഗളാശംസകൾ. അവൻ പീഡനം അനുഭവിക്കേണ്ടി വരും, അവൻ പ്രയാസം അനുഭവിക്കേണ്ടി വരും, അവൻ ആളുകൾ ഭീഷണിപ്പെടുത്തും. നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് ഈ പള്ളിയിൽ ഞങ്ങൾ അടക്കാൻ സമ്മതിക്കൂല. ഭീഷണി ഉണ്ടാവും. ആ ഭീഷണി ഉണ്ടാവണല്ലോ. ആ ഭീഷണി ഉണ്ടാകുമ്പോഴാണല്ലോ അവൻ ഇസ്ലാമിന് വേണ്ടി ഒരു പ്രയാസം അനുഭവിക്കുന്നവനാവുക, അള്ളാഹ്ക്ക് വേണ്ടി പിന്നെ വേദന അനുഭവിക്കുന്നവനാകാം. അവന് ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും. അവന്റെ മകളുടെ നിക്കാഹ് വന്നാൽ മഹല്ല് കമ്മിറ്റി കൂടിയാലോചിച്ചിട്ടേ തീരുമാനം. കാരണം എന്താ? അവർ സമ്മതിക്കില്ല. അവന്റെ മയ്യത്ത് പള്ളിയിൽ അടക്കാൻ സമ്മതിക്കില്ല. അവന്റെ ആവശ്യങ്ങൾ, നിക്കാഹ് പോലത്തെ ആവശ്യങ്ങൾ വന്നാൽ അതിന് പള്ളി കമ്മിറ്റികൾ അതിന് അനുവാദം കൊടുക്കൂല. ഭീഷണിയാണ്. അവനെന്തേ ചെയ്തിട്ടുള്ളൂ? അവനാകെ ചെയ്ത പണി ഇതുപോലത്തെ അനാചാരങ്ങൾ ശരിയല്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഇതുപോലത്തെ തെറ്റായ കാര്യങ്ങൾ ശരിയല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ പ്രയാസം ഉണ്ടാവും, നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അഹസിബന്നാസു അൻ യുത്രഖൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ.
മനുഷ്യ, നീ വിചാരിക്കുകയാണോ നീ ഇങ്ങനെ ആമന്ന ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ പടച്ചവൻ അങ്ങോട്ട് വെറുതെ വിട്ടോണ്ടിരിക്കും എന്ന് നീ വിചാരിക്കാണോ? നിനക്കൊരു പരീക്ഷണം ഉണ്ടാവൂല എന്ന് വിചാരിക്കാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിന്റെ മുമ്പ് ജനിച്ചവരൊക്കെ ഈമാൻ സ്വീകരിച്ചവർക്കൊക്കെ ഈ ഇടങ്ങേറുണ്ടായിട്ടുണ്ട്. അവര് ആളുകളെ കൊണ്ട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പുത്തൻവാദി വിളികൾ കേട്ടിട്ടുണ്ട്, ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഖബാബ് റളിയല്ലാഹുവിനെ പോലെ, ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾ വരികയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയും, അള്ളാന്റെ റസൂലെ, ഞങ്ങൾക്ക് വയ്യ, സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കുന്നു, ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനപ്പുറം പീഡനങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ നോക്കുക. ഇത് സബഉൻ നുസൂൽ എന്ന് പറയും, അവതരണ പശ്ചാത്തലം. ഈ ആയത്ത് ഇറങ്ങിയത് എപ്പോഴാ? സഹാബികളിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടവർ, പുത്തൻവാദി എന്ന് പറഞ്ഞ് അതികഠിനമായി മർദ്ദിക്കപ്പെട്ടവർ, അവർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല റസൂലെ, അത്രക്കായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അടുത്ത് ഒരു കല്ലിൽ ഇങ്ങനെ കിടക്കായിരുന്നു. റസൂലുള്ള എഴുന്നേറ്റ് നിന്നിട്ട് സഹാബത്തിനോട് ചോദിക്കാണ്, ഈ പ്രശ്നം അനുഭവിച്ച് വന്ന, നമ്മളൊന്നും അനുഭവിച്ച പ്രശ്നമല്ല, അതിനേക്കാൾ തീവ്രമായ പ്രയാസം അനുഭവിച്ചു വന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള മുഅ്മിനീങ്ങൾ അവരെ ഒരു കുഴി കുത്തി നിർത്തിയിട്ട് ആ കുഴിയിൽ ഇറക്കി വെച്ചിട്ട് ഇരുമ്പിന്റെ ആയുധങ്ങൾ കൊണ്ട് അവരെ തല മുതൽ ഉടൽ വരെ നേർരേഖയിൽ ഛേദിച്ചിട്ട് പുറത്തു നിന്ന് ആളുകൾ കൈയടിച്ച് ചിരിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. റസൂലുള്ള പറയാ, ഖുബൈബ് റളിയല്ലാഹുവിനും അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞു കൊടുക്കുക അള്ളാന്റെ റസൂല്. മാത്രമല്ല അവരെങ്ങനെ ഒരു പാറയിൽ കിടത്തിയിട്ട് ഇരുമ്പിന്റെ മൂർച്ചയുള്ള ചീർപ്പ് പോലത്തെ ആയുധങ്ങൾ കൊണ്ടുവച്ച് അവരുടെ ശരീരത്തിൽ ആ ആയുധം അങ്ങോട്ട് ഇറക്കിയിട്ട് വലിക്കുമ്പോൾ അവരുടെ മാംസവും അവരുടെ തൊലിയും അവരുടെ ഞരമ്പുകളും പുറത്തേക്ക് ആ ആയുധത്തിന്റെ ചില്ലുകളിൽ പിടിച്ച് അതിന്റെ പല്ലുകളിൽ പിടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുത്തിരുന്നു. അപ്പോഴും അവര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരാണ്. അപ്പോഴും അവർ പറഞ്ഞു, റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ നബിയൻ എന്നാര് പറഞ്ഞു? ഈ അനുഭവമുള്ള സമയത്ത് വിശ്വാസികൾ, നിങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു, അതുകൊണ്ട് സഹിച്ചോളൂ. റസൂലുള്ളാഹിന്റെ മറുപടിയാ, അതുകൊണ്ട് സഹിച്ചോളൂ, ആസ്വദിച്ചോളൂ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, ഖുർആൻ അതാ സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മുൻഗാമികൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരീക്ഷണം അനുഭവിക്കാൻ തയ്യാറായിക്കോളണം എന്ന് സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് അത് സ്വീകരിച്ചു. ആ മനസ്സാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. നമ്മൾ ഒറ്റപ്പെടാൻ പോവാണ്. ശരിക്കും കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ഒറ്റപ്പെടാൻ പോവുകയാണ്. സൊസൈറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടാൻ പോവുകയാണ്. മാറ്റി നിർത്താനുള്ള പണി അങ്ങോട്ട് എടുത്തു കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ കുറച്ച് വൈകി കിട്ടും. മാന്യന്മാരായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ വൈകാരികമായി നമ്മൾ എടുത്തു ചാടിയാൽ ആളുകൾ നമ്മളുടെ മുകളിലേക്ക് കയറുന്നത് കുറച്ചുകൂടി സ്പീഡിലാകും എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒറ്റപ്പെടാൻ പോകുന്ന ആളുകൾ, ആദ്യമായിട്ട് പരീക്ഷണത്തിന് വിധേയമാകാൻ പോകുന്ന വിശ്വാസികൾ ആദ്യമായി തയ്യാറെടുക്കേണ്ടത് ഞാനിത് സ്വീകരിക്കാൻ പോകുന്നു എന്നാണ്. ഞാനിത് സ്വീകരിക്കാൻ പോകുന്നു, ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് മനസ്സുകൊണ്ട് അവൻ തയ്യാറായിരിക്കണം. ഇത് പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. അതാണ് ഗസയിലെ കുട്ടികളെ നമ്മൾ കണ്ടത്. ഗസയിലെ കുട്ടികൾ ഈ ബലിപെരുന്നാളിന് അവർ പെരുന്നാൾ ആഘോഷിച്ചു. അവരെ ആനന്ദിച്ചു. സാധാരണ പെരുന്നാളിന് അവരെങ്ങനെയാണോ നടന്നത് അങ്ങനെ അവർ നടന്നു. നമുക്ക് കഴിയുമോ? അതിൻ്റെ പകുതി ഏറ്റിട്ട്, അതിൻ്റെ പകുതി അനുഭവിച്ചിട്ട് നമ്മൾക്ക് കഴിയുമോ അതുപോലെ പെരുന്നാൾ ആഘോഷിക്കാൻ? കഴിയില്ല. കാരണം എന്താ? അവരെ എന്നോ തയ്യാറെടുത്തു. ദീനിന്റെ പേരിൽ
വരുന്നതെല്ലാം ഏറ്റുവാങ്ങാൻ അവരെന്നോ തയ്യാറെടുത്തു. അവരെ സംബന്ധിച്ച് ഇനി ഇതൊരു പ്രശ്നേ അല്ല. നമുക്കാണ് പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് സഹിക്കുക? വീട്ടിൽ കിടന്നുറങ്ങാൻ ഇടയില്ലാത്ത റോട്ടിൽ കിടക്കണോനെ രാത്രിയിൽ വന്ന് കൊന്നുകളയുക. ഭക്ഷണം കിട്ടാനില്ലാതെ ഭക്ഷണം, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്റർനാഷണൽ മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്തറിയോ? ഈ വരിയിൽ ക്യൂവിൽ നിൽക്കുന്നവൻ, ഭക്ഷണത്തിന് ക്യൂവിൽ നിൽക്കുന്നവൻ അറിയാം ഇത് കൊല്ലാൻ നിർത്തിയതാണ് എന്ന്. ഇത് കൊല്ലാൻ നിർത്തിയതാണെന്നറിയാം. എന്നാലും നിൽക്കും. കാരണം എന്താ? മരണഭയം മനുഷ്യന് തീരും കുറച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെ വേട്ടയാടപ്പെട്ടാൽ മരണഭയം അങ്ങോട്ട് പോകും. നമുക്കിങ്ങനെ വേട്ടയാടപ്പെടാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നിലുള്ളത്. ഇത് പിന്നിലുള്ളതുകൊണ്ടാണ് നമുക്കൊന്നിനും കഴിയാത്തത്. ഇതങ്ങോട്ട് പോകും. ഇത് പോകുമ്പോൾ പിന്നെ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ മനുഷ്യന് എന്തും അനുഭവിക്കാൻ, എന്തും സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകും. അതാണ് റസൂലുള്ള പറഞ്ഞത്, സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. നിങ്ങളിത് കൊണ്ടുകൊണ്ടിരുന്നോ, അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പിന്നെ ഇത് പ്രശ്നേ അല്ല. അങ്ങനെ പ്രശ്നമില്ലാതായി. അതുകൊണ്ടാണ് ബിലാലുള്ള ആ മരുഭൂമിയിൽ വലിയ പാറക്കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറ്റി വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോ അഹദ് അഹദ് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാ? അവർ തയ്യാറായി. നമ്മളും തയ്യാറാവും. നമ്മളും തയ്യാറാവണം. ജീവിതത്തിൽ എന്ത് പരീക്ഷണം കടന്നു വരുമ്പോഴും നമ്മളും തയ്യാറാവണം. വിശ്വാസി ഇനിയും ചില പരീക്ഷണങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം അവൻ അനുഭവിക്കാണ്ട്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അത് പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഇസ്ലാം ഒഴിഞ്ഞു നോക്കൂ, നിങ്ങൾ അപരിചിതനല്ല. ഇസ്ലാം വേണ്ടെന്ന് വെച്ച് നോക്കൂ. നിങ്ങളുടെ വാദങ്ങൾ അപരിചിതമാണോ? നിങ്ങളെ വാദങ്ങൾ പുത്തൻവാദാണോ? നിങ്ങളെ ആളുകൾ പുത്തൻവാദിയാക്കും? ഒന്നുമില്ല. ആരും നിങ്ങളെ പുത്തൻവാദിയാക്കില്ല. പക്ഷെ ഇസ്ലാം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ പുത്തൻവാദിയാക്കും. അങ്ങനത്തെ ചില പരീക്ഷണങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനിയും വിശ്വാസികൾ മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടും ഇസ്ലാമിന് ദീനായി തൃപ്തിപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ നബിയായി തൃപ്തിപ്പെട്ടും അവസാനം വരെ, അവസാന ശ്വാസം നിലക്കുന്നത് വരെ അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടുമുള്ള ആ തൃപ്തി ഹൃദയത്തിൽ പെരുപ്പിച്ച് സൂക്ഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മതത്തെ പ്രമാണങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ അനുഷ്ഠിക്കുക, ഞാൻ ആചരിക്കുക എന്ന് നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചാൽ തീർച്ചയായും എല്ലാ സൊസൈറ്റികളിലും നമ്മൾ പുത്തൻവാദികളായിട്ട് മാറും. ഖുർആനും സുന്നത്തും എവിടെ? നിങ്ങൾ എന്തു പറഞ്ഞോ, എന്ത് ആചാരത്തെപ്പറ്റിയും സംസാരിച്ചോ, എന്ത് അനുഷ്ഠാനത്തെപ്പറ്റിയും സംസാരിച്ചോ, എന്ത് വിശ്വാസത്തെപ്പറ്റിയും എന്ത് മര്യാദയെപ്പറ്റിയും നിങ്ങൾ സംസാരിച്ചോളൂ. ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവാ. ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ അതിനുള്ള തെളിവ് കൊണ്ടുവാ. ആയത്തുകൾ എവിടെ, ഹദീസുകൾ എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ നിമിഷം നിങ്ങൾ പുത്തൻവാദിയായിട്ട് മാറും. ഇത് വിശ്വാസി അനുഭവിക്കേണ്ട ഒരു പ്രയാസമാണ്. ഇത് വിശ്വാസി അവൻ്റെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ നിരന്തരമായി അനുഭവിക്കേണ്ട ഒരു പ്രയാസമാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ 3 പ്രയാസങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മുശ്രിക്കുകളിൽ നിന്നും അഹ്ലി കിതാബിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ധാരാളം കുത്തുവാക്കുകൾ നിങ്ങൾ അനുഭവിക്കും. രണ്ടാമത്തേത്, ഇസ്ലാമിൻ്റെ കൾച്ചർ നിങ്ങൾ സ്വീകരിച്ചാൽ, ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ സ്വീകരിച്ചാൽ, ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിച്ചാൽ അത് സുഖകരമായൊരു സ്വീകരണമായിരിക്കില്ല. മറിച്ച് കൽഖാബിൽ അലൽ ജംരി, തീവളയം പിടിച്ചവനെ പോലെയാണ്.
കൈക്കുള്ളിൽ തീവളയം പിടിച്ച് നിൽക്കുന്നവനെ പോലെ എടങ്ങേറായിട്ട് നിൽക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമത്തേത് അവിടുന്ന് പഠിപ്പിച്ചു, ഇസ്ലാം ആരംഭിച്ചത്, ഇസ്ലാം തുടങ്ങിയത് അപരിചിതമായ അവസ്ഥയിലാണ്. ആർക്കും അറിയാത്ത പുത്തൻ വാദം പോലെയാണ് അത് തുടങ്ങിയത്. വസയഊദു കമാ ബദഅ ഗരീബൻ, അത് വീണ്ടും എങ്ങോട്ടേക്ക് മടങ്ങും? ആർക്കും അറിയാത്ത യഥാർത്ഥ സുന്നത്ത് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയിൽ വരും. ഫതൂബാ ലിൽ ഗുറബാ, അന്ന് ആ സുന്നത്തിനെ പുനഃസ്ഥാപിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ജനങ്ങൾ മാറ്റിമറിച്ചത് ശരിയായ രൂപത്തിൽ നിന്ന് പ്രമാണങ്ങളിൽ നിന്ന് പഠിപ്പിക്കണവനൊക്കെ എന്തായിരിക്കും? പുത്തംവാദിയായിരിക്കും, അവൻ ബഹിഷ്കരിക്കപ്പെട്ടവനായിരിക്കും, അവൻ പീഡനങ്ങൾക്ക് വിധേയമാകുന്നവനായിരിക്കും. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇനിയും ഇൻഷാ അല്ലാഹ് 2-3 കാര്യങ്ങൾ കൂടി നമ്മൾ തയ്യാറാവാൻ വേണ്ടി. ഇസ്ലാം സ്വീകരിച്ചു, ഇനി പീഡനത്തിൻ്റെ, മർദ്ദനത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, പ്രയാസങ്ങളുടെ, എടങ്ങേറുകളുടെ ലോകം നമുക്ക് ചുറ്റും തുറക്കാൻ പോവുകയാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിന് പ്രിപ്പയർ ആവാൻ വേണ്ടി, തയ്യാറാകാൻ വേണ്ടി ആ ഹദീസുകളിലൂടെയും നമ്മൾ കടന്നു പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ തൃപ്തിപ്പെടുന്ന ഈമാനും ഇൽമുമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുവോ ആ പ്രയാസങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിനോടുള്ള നമ്മുടെ തൃപ്തി അള്ളാഹു അധികരിപ്പിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെല്ലാം ചീത്ത വിളിക്കുന്നോ, അദ്ദേഹത്തെ എന്തെല്ലാം വിധത്തിൽ അപമാനിക്കുന്നുവോ, അദ്ദേഹത്തിൻ്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അപമാനം തോന്നുന്ന സാമൂഹികാന്തരീക്ഷം ആളുകൾ നിർമ്മിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നബിയെ സ്നേഹിക്കാനും കൂടുതൽ കൂടുതൽ നബിയിനോട് മുഹബ്ബത്ത് വെക്കാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈമുത്തുവാനും അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അവിടുത്തെ ഹൗളിൽ നിന്ന് വെള്ളം കുടിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ പൂർണ്ണമായി തൃപ്തിപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തൃപ്തിയോടെ നമുക്ക് മരിക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ആ തൃപ്തി റബ്ബ് നമ്മളെ തൃപ്തിപ്പെടാൻ അള്ളാഹു കാരണമാക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു ആദർശ സഹോദരൻ്റെ ബന്ധുവാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് എന്താണ് അസുഖമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു അസുഖമാണ് ഉണ്ടായിരുന്നത്. ആ അസുഖം മൂലം അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അങ്ങേയറ്റം അവശനായി അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഒന്നൊഴിയാതെ റബ്ബ് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിൽ വെളിച്ചവും സുഗന്ധവും നടക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് ഈമാനോടെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികളെ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോടുകൂടി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിലും ഫലസ്തീനിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. അവരുടെ രാജ്യം അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അവരനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവരനുഭവിക്കുന്ന വംശീയ ഉന്മൂലനങ്ങൾ, എല്ലാ ശർറിൽ നിന്നും അള്ളാഹു അവർക്ക് സംരക്ഷണ കവചമൊരുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെടുന്നവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് ശുഹദാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ മറക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സദാ നിലനിർത്തുമാറാകട്ടെ. അവരെ പീഡിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന അവരുടെ ശത്രുക്കൾക്ക് പിന്തിരിയാനും നന്നാവാനുമുള്ള ഹൃദയവിശാലതയും തൗഫീഖും അള്ളാഹു നൽകുമാറാകട്ടെ. അവർ പിന്തിരിയുന്നില്ലെങ്കിൽ അള്ളാഹു ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ അവരെ മുച്ചൂടും നശിപ്പിക്കുമാറാകട്ടെ. അവർക്ക് റബ്ബ് ഇറക്കുന്ന ശിക്ഷ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന വിധത്തിൽ റബ്ബ് അവരുടെ കാര്യത്തിൽ ഇടപെടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
والأموات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.